ഉരുകും ഹൃദയവുമായി പുരാനേ നിന്നോടിരക്കുന്നു ഞാൻ. ഉദവി നൽകുന്നോനേ റഹീമേ നിന്നെ നമിക്കുന്നു ഞാൻ. കരയും കണ്ണുമായി തകർന്ന മനസ്സുമായി, കരയും കണ്ണുമായി തകർന്ന മനസ്സുമായി നിന്നോട് തേടുന്നു ഞാൻ. ഉരുകും ഹൃദയവുമായി പുരാനേ നിന്നോടിരക്കുന്നു ഞാൻ. ഒരു സംഗതിക്ക് എന്താണ് സംഗതിക്ക് വേണ്ടത്? അത് പഠിച്ചു തരുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഒരു രാഗങ്ങൾ അറിയാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പഠിച്ചു തരുന്ന വേറെ തരുന്ന. അകലെ സൂര്യൻ ഉദിക്കും മുമ്പേ ഇറങ്ങും പെണ്ണുങ്ങൾ, അങ്ങടിയിൽ വന്നാണുങ്ങളെ പോലെ അലയും പെണ്ണുങ്ങൾ. തുണിക്കടയിൽ കയറിയാലും നിറയെ പെണ്ണുങ്ങൾ, സ്വർണ്ണക്കടയിൽ നോക്കിയാലും മുഴുവൻ പെണ്ണുങ്ങൾ. കമറേ തിങ്കളൊളിവേ നിൻ സഫറാ നിറകുടമാ, പുതു വസന്തത്തിൻ പുലക്കാലം പരമായി പുനർവിചാരങ്ങൾ മനസ്സുള്ളിൽ ഹാരമായി. തരമൊത്ത തരുണിക്ക് പറഞ്ഞൊത്ത പുതുമാര തിടുക്കത്തിൽ ചമയുക നീ ഹബീബി. രസകരമായ പാട്ടാണ്. പ്രമുഖൻ നമ്മുടെ ഷെരീഫ് നല്ലൊരു പ്രണയഗാനം പാടിയിട്ടുണ്ട് ഓർമ്മ. അതുപോലെ നമ്മളെ നസീമ നാദാപുരം ഒരു നല്ലൊരു പാട്ട് പാടിയപ്പോൾ വളരെ ഒരു നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുണ്ട്. മറ്റേ ഈ പാട്ടിലും ഷെരീഫ് പാടിയത് നീയൊക്കെ പാടി ആയിഷാന്റെ രാജകുമാരി അതിൽ പ്രണയിക്കാൻ അറിയാത്ത പ്രണയിക്കാനറിയാത്ത പ്രണയിനിയോ നീ എൻ്റെ ജീവിത മലർക്കൊടിയോ. നല്ല പാട്ട്. അത് ഒരു ഇറങ്ങാത്ത കാസറ്റ് ഉണ്ട്, അതിലൊരു പാട്ടുണ്ട്. പിന്നെ ആ കാസറ്റിൻ്റെ പേര് കെസ് എന്നാണ്. അതിൽ ഗഫൂറിനും നസീമാക്കും ഞാൻ ഒരു പാട്ട് കൊടുത്തത്, അത് ഇറങ്ങിയിട്ടില്ല. ഞാൻ അത് പാടിത്തരാം. ഗഫൂർ പാടാം. കിസ അസലായി പറയുന്ന പെണ്ണേ നീ കെസ്സൊന്ന് പാടേണേ നീ നസീമ. അപ്പം നസീമ പാടാം. സഫലീകരിക്കാത്ത സിഫത്തുകൾ വർണ്ണിച്ച് കൊതിപ്പിച്ച് പാടിടല്ലേ എമ്മേ ഗഫൂറേ. നീ ഗഫൂറേ പക്ഷെ പുറത്തിറങ്ങിയിട്ടില്ല, അത് ഇറക്കാൻ പറ്റിയിട്ടില്ല. അത് നല്ല അതിലുള്ള പാട്ടുകളൊക്കെ മനോഹരമായ പാട്ടാണ്. അങ്ങ് നിങ്ങൾ ദൂരെ അറബി നാടിനക്കേറെ അങ്ങയുടെ ചിന്തയാൽ കഴിയുന്നു ഞാൻ ഇന്നിക്കരേ. നമ്മൾ ആളുകൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ബാക്കി ആരും പാടിയ പാട്ടുകൾ അത് ഏറ്റുപിടിച്ച് ഇങ്ങനെ പാടി പിന്നെ അതിലൂടെ പിന്നെ അതിന് പല പിന്നെ വേഴ്സൺ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പേരുണ്ടാക്കാൻ ശ്രമിക്കുക. അതിൽ നിന്നൊരു ഡിഫറൻറ്റ് ആണ് ഈ മനുഷ്യൻ. കാരണം അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കംപ്ലീറ്റ് പുതിയ പാട്ടുകളാണ്. പുതിയ പ്രോഡക്റ്റ്. അത് ഒരുപക്ഷെ പിന്നെ കുറച്ചു പേരെ കേട്ടിരുന്നെങ്കിലും അതിനൊരു അഭിമാനമുണ്ട്. ഇത് എന്റെ പാട്ടാണ്, ഇത് എന്റെ കുഞ്ഞാണ്, ഇത് ഞാൻ എഴുതിയതാണ്, ഇത് ഞാൻ ട്യൂൺ ചെയ്തതാണ്. അതിന്റെ വാല്യൂ എത്ര അനുകരിച്ച് എഴുതിയാലും ഉണ്ടാവില്ല. അത് നമ്മൾ ഇന്ന് ഇത്രയും നമ്മൾ സംസാരിച്ച വലിയ സംഗീത സംവിധായകർക്കൊക്കെ അവരുടെ സിഗ്നേച്ചർ വീഴുക എന്ന് പറയും. അതിന്റെ അർത്ഥം എന്താ പറയുക? ദേവരാജ മാഷ പാട്ട് കേട്ടാൽ ദേവരാജ മാഷ എന്ന് പറയും, ബാബുക്ക കേട്ടാൽ ബാബുക്ക എന്ന് പറയും, സലീൽ ചൗധരിയുടെ 100% പറയും. അതുപോലെ ഇപ്പോ കുറെ പാട്ടുകളുണ്ട്, അത് എവിടെയോ ഒരു ഭാഗ്യരേഖ കുറച്ച് താഴെ ആയതുകൊണ്ട് ഇനിയും അറിയപ്പെടാനുണ്ട്. പക്ഷെ നാളെ ഫസലിന്റെ സിഗ്നേച്ചർ എന്ന് പറയുന്ന സമയം വരും. അപ്പൊ ഏതായാലും ഞാനേ സംഭവം എന്താ വെച്ചാല് എന്നെ എന്റെ നാട്ടുകാർ പോലും കൂടുതൽ അറിഞ്ഞിട്ടില്ല. പക്ഷേ ഫിറോസ് ഖാൻ എന്ന വ്യക്തിയിലൂടെയും എം എ ഗഫൂർ എന്ന വ്യക്തിയിലൂടെയും ഈ ഒരു സംഭവം പുറത്തു വരുമ്പോൾ ഒരുപാട് ആളുകൾ എന്നെ തിരിച്ചറിയുന്ന കാര്യത്തിൽ ഉറപ്പ് എനിക്കുണ്ട്. 5 സ്റ്റാറിൽ അത് വിറ്റിട്ടില്ല എന്നൊരു
സങ്കടമേ ഉള്ളൂ. അതെ അതെ 5 സ്റ്റാർ ഇത് വിൽക്കപ്പെടും. ഇത് ആ രീതിയിൽ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ആളുകൾ ഏറ്റുപിടിച്ച് പാടുകയും ചെയ്യുന്നതാണ് എന്റെ പ്രശ്നം. അതിനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് നിങ്ങൾ രണ്ടുപേരും വന്നപ്പോൾ. ഇതെന്തായാലും ജനങ്ങൾ ഇതെന്തായാലും കാണുകയും ഇതിനെക്കുറിച്ച് വിലയിരുത്തുകയും ചെയ്യും. പാട്ട് ഒരു 5 വർഷക്കാലം പാട്ട് എഴുതാണ്ട് നിൽക്കാൻ. കാരണം ഞങ്ങൾ 6 വീട്ടിലേക്ക് മാറി മാറി വാടകയ്ക്ക് താമസിച്ചേക്കും. ആ സമയത്ത് പാട്ട് കെട്ടുകൾ ചാക്കിൻ്റെ പാട്ടല്ല, ഇത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഹക്ക് പറയാം കുറച്ച് 4-5 പോലെ പാട്ട് എഴുതാണ്ടത്. അപ്പോൾ പാട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നേരം പുലർന്ന് നോക്കാണ്ടാവും ഫിറോസ്ക. അതുകൊണ്ട് ഇത് പറഞ്ഞ് ഇത് തീരുണ്ടാവില്ല. അതുകൊണ്ട് നമുക്ക് നല്ലൊരു പാട്ടും പാടിയിട്ട് MG പാടി 2 പാട്ട് ഞാൻ. പക്ഷെ ഒരു വലിയ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് തിരുത്താനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ ഫിറോസ് ബാബുവിനെ പാടിച്ചില്ല. അല്ല അത് ഞാൻ പാടിപ്പിക്കാന്ന് അത് ഹലോ ഇത് രേഖയാണ്. ഉറപ്പായിട്ടും ഈ പറഞ്ഞത് അടയാളം. ഒരു കാര്യം ഇറക്കുന്നോട് വളരെ കാര്യത്തോട് 2 കാര്യത്തോട് പറയുന്നുണ്ട്. 2 കാര്യമാണ്. ഒന്ന്, ഞാൻ ഡേറ്റ് ഇല്ലാന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന്, ഞാൻ പറയുന്ന പോലെ പാടിത്തരണം. എൻ കൺമുന്നിൽ കടലെല്ലാം വറ്റി വരണ്ടാലും പാതിരാവിലേതോ നേരം സൂര്യൻ ഉദിച്ചാലും എൻ കൺമുന്നിൽ കടലെല്ലാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പാടിത്തരും. പക്ഷെ നിങ്ങൾ എനിക്ക് എത്താത്ത പിച്ചിലൊന്നും ഇല്ല. ഫിറോസ് കാക്കി 84 ഫിറോസ് പാടി അതേ പിച്ച് കൊടുത്തിട്ട് അതേ സ്റ്റൈൽ ഞാൻ പാടിപ്പിക്കും. ഗായകനോട് റേറ്റ് ചോദിച്ചു. നിങ്ങൾ തന്നെ പാടണം, നിർബന്ധമാണ് നിങ്ങൾ തന്നെ പാടണം, അല്ലെങ്കിൽ ഞാൻ തന്നെ പാടണം. അപ്പൊ ഗായകന് ഡിമാൻഡായി. പ്രൊഡ്യൂസർ ചോദിച്ചു നിങ്ങൾ തന്നെ പാടണമെന്നാണ് മ്യൂസിക് ഡയറക്ടർ പറഞ്ഞത്. അപ്പൊ മൂപ്പര് ഒന്ന് ആലോചിച്ചിട്ട് ഞാനിപ്പോ ഭയങ്കര റേറ്റ് ആണ് മൂപ്പര് വേണമെന്ന് പറഞ്ഞപ്പോ അപ്പൊ നിങ്ങൾ സാധാരണ റേറ്റിനൊക്കെ അല്ലേ പാടാം. അല്ല ഞാനിപ്പോ ഒന്ന് കൂട്ടി. ഞാനിപ്പോ ഒരു പാട്ടിന് 15,000 ഇവിടെ മറ്റുള്ള വലിയൊരു 10 വാങ്ങുന്ന സമയത്ത് 15,000 ആവും. അത് കുറച്ച് അധികമാണ്. നിങ്ങൾ എന്നാലും സ്റ്റുഡിയോയിൽ വരുന്നു. സ്റ്റുഡിയോയിൽ വന്നു മ്യൂസിക് ഡയറക്ടർ ഹാർമോണി എടുത്ത് വെച്ച് പാട്ട് പറഞ്ഞു കൊടുക്കാനിരുന്നപ്പോ മരണശ്രുതി പറഞ്ഞാലും മൂപ്പർക്ക് തൊടാൻ പറ്റില്ല തുടക്കം തന്നെ. അപ്പൊ തന്നെ എല്ലാ സാറേ പിച്ചൊന്ന് കുറച്ചുകൂടി അല്ല ഈ റേറ്റ് കൂട്ടി ഞാൻ ശ്രുതിയും കൂട്ടി. തെറ്റൂലല്ലോ, ഒരു തെറ്റുമില്ല. നിങ്ങൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, പിന്നെ മുഹമ്മദ് റഫീ സാഹിബിന്റെ പാട്ട് ഏറ്റവും നന്നായിട്ട് പാടുന്ന വ്യക്തി ഗഫൂറാണെന്ന്. എന്നാൽ എനിക്കൊന്ന് പറയാനുണ്ട്, എൻ്റെ പാട്ടുകൾ ഏറ്റവും മനോഹരമായിട്ട് പാടുന്ന പാട്ടുകാരനും MA ഗഫൂർ തന്നെ. അത് ഞാൻ പറഞ്ഞിട്ടില്ല, തെറ്റായിപ്പോവും. എനിക്കിഷ്ടപ്പെട്ട നല്ല രീതിയിൽ പാടുന്ന 4 പാട്ടുകാരുള്ളൂ. ഒന്ന് മൂസക്ക, ഒന്ന് എൻ്റെ നസീമ, അതായത് ഞങ്ങളുടെ മോളല്ലോ, അവളെ എങ്ങനെ അടിച്ച് പാടിപ്പിക്കാം മരുവോള. 2 പിന്നെ എനിക്ക് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് പാടുന്ന ഗഫൂറാണല്ലോ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവുകയാണെങ്കിൽ മധുബാലകൃഷ്ണൻ. അതൊരു സംഭവമാണ്. നമ്മൾ എന്താഗ്രഹിക്കുന്ന അതിൻ്റെ അപ്പുറം പാടിത്തരും. അപ്പം നമുക്ക് 2 പാട്ടോട് പാടി നിർത്താം. നമുക്ക് എത്ര ദൂരത്താണ് കിളിയെ നിന്റെ കൂടാരം, എന്റെ കൂടെ കൂടുമോ നീ ഇത്തിരി നേരം. എത്ര ദൂരത്താണ് കിളിയെ നിന്റെ കൂടാരം, എന്റെ കൂടെ കൂടുമോ നീ ഇത്തിരി നേരം. എന്തു ചന്തം നിന്നെ കാണാൻ എന്തൊരൈശ്വര്യം. ലല്ലലാലാലാലാലാ ബാക്കി മറന്നല്ലോ. എത്ര ദൂരത്താണ് കിളിയെ നിന്റെ കൂടാരം, എന്തു ചന്തം നിന്നെ കാണാൻ എന്തൊരൈശ്വര്യം.